സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. കേരളോത്സവം മട്ടിമറിച്ചു. പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ. യുവജനങ്ങളെ വഞ്ചിക്കുന്നതായി ആരോപണം. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതി കേരളോത്സവം നടത്താതെ യുവജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ പഴയന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. കായിക പ്രേമികളെയും അണിനിരത്തി നടത്തിയ പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പന്ത് തട്ടി നടത്തിയ വേറിട്ട പ്രതിഷേധത്തോടെയാണ് സമാപിച്ചത്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം N. അമൽരാജ് പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ വളരെ മാതൃകാപരമായി വിഭാവനം ചെയ്ത ഒരു പ്രവർത്തനമാണ് യുവജനക്ഷേമ ബോർഡിന്റെ കൂടി നേതൃത്വത്തിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കേരളത്തിനകത്ത് കലാകായിക പ്രേമികളെ അവരുടെ കഴിവുകൾ പുറത്തെടുക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ തന്നെ ദേശീയ യുവജനോത്സവം എന്ന നിലയ്ക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി സമയബന്ധിതമായി സംഘടിപ്പിച്ചു വരുന്ന ഒരു പ്രവർത്തനമാണ് കേരളോത്സവം എന്നത്. നോക്കൂ, ഈ കേരളോത്സവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നപ്പോൾ എത്ര മാതൃകാപരമായി എത്ര വിഭാവനം ചെയ്തുകൊണ്ടാണ് അത് നടത്തിയിരുന്നത് എന്ന് പഴയന്നൂരിലെ ആഭാരവൃത്തം വരുന്ന കായിക പ്രേമികൾക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ യുവജന യൂത്ത് ക്ലബ്ബുകളുടെ എണ്ണമെടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 100-ൽ താഴെ യുവജന ക്ലബ്ബുകളാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിനകത്തുള്ളത്. അതിൽ അഫിലിയേറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഏകദേശം 50-ൽ പരം ക്ലബ്ബുകളുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷം ഇവിടെ അധികാരത്തിലിരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന UDF ഭരിക്കുന്ന PK മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ആ യുവജന ക്ലബ്ബുകൾക്ക് അവർക്ക് സഹായകമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ പഴയന്നൂരിലെ യുവജനങ്ങൾക്ക് അവരുടെ കായിക ശേഷിയെ, കലാപരമായ ശേഷിയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കേരളോത്സവം ഉടൻ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നേതാക്കൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും സമർപ്പിച്ചു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് KP കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ പഴയന്നൂർ മേഖലാ സെക്രട്ടറി AB നൌഫൽ, CPI ലോക്കൽ കമ്മിറ്റി അംഗം AB നൌഷാദ്, KA അജ്മൽ, KK അമൽജിത്ത് എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഴയന്നൂരിൽ യുവജനോത്സവം നടത്താത്തതിലുള്ള പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലമായി ഒരു UDFന്റെ ഭരണസമിതിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. നാളിതുവരെയായി ഒരു വികസന പ്രവർത്തനം പോലും സംഘടിപ്പിക്കാൻ കഴിയാത്ത UDFന്റെ ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ യുവാക്കളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവർക്ക് ഈ നാട് നേരെ ഭരിക്കാനോ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനോ സാധിക്കാത്ത UDFന്റെ ഭരണസമിതി അവർക്ക് ആകെ കഴിയുന്ന ഒരു കഴിവ് എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പൊതുമുതൽ കത്ത് തിന്നുന്ന സമീപനമാണ് നമ്മുടെ UDF ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെടെയുള്ള UDFന്റെ ഭരണസമിതി സമീപിച്ചു വരുന്നത്. ഇതിനെതിരായിക്കൊണ്ട് കാലങ്ങളായി DYFI നിരന്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ യുവജനക്ഷേമ ബോർഡും വളരെ കൃത്യമായി എല്ലാ പഞ്ചായത്തുകളിലും എങ്ങനെയാണ് പഞ്ചായത്ത് മേളകൾ യുവാക്കളുടെ കായികപരമായ കഴിവുകൾ വിജയിപ്പിക്കുന്നതിനും അത് പ്രദർശിപ്പിക്കുന്നതിനും വേണ്ടി കൃത്യമായ മാനദണ്ഡം പാലിച്ചുകൊണ്ട് എങ്ങനെ കേരളോത്സവം സംഘടിപ്പിക്കുന്നത് ബന്ധപ്പെട്ട് കൃത്യമായ സർക്കുലർ എല്ലാ പഞ്ചായത്തിലും കിട്ടി. CCV ന്യൂസ്, പഴയന്നൂർ.